കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിനിടെ പ്രകോപന മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ തുടങ്ങിയവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് മയ്യിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് FIR. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരു FIR വരുന്നു. ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന പ്രകോപന മുദ്രാവാക്യം മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പദയാത്രക്കിടെയാണ് ഈ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. ഇതിനെതിരെ CPM അതോടൊപ്പം തന്നെ DYFI, SFI ഉൾപ്പെടെ വലിയ പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇന്നലെയാണ് ഈ പ്രകോപന മുദ്രാവാക്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അതോടൊപ്പം തന്നെ KSU നേതാക്കളെ ഉൾപ്പെടെ പ്രതികളാക്കി മയ്യിൽ പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, അതോടൊപ്പം തന്നെ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാണ്. മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ഈ മുദ്രാവാക്യം മുഴക്കി എന്നതാണ് പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ട FIR-ൽ പറയുന്നത്. ഈ നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇവരെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഈ മലപ്പട്ടത്തെ ഈ പ്രകോപന മുദ്രാവാക്യവും സംഘർഷത്തെയും പിന്നാലെ ജില്ലയിലാകെ പ്രശ്നങ്ങൾ, അതായത് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി. അത് തടയുന്നതിന് വേണ്ടി പോലീസ് ശക്തമായ സുരക്ഷയാണ് വിവിധയിടങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. മലപ്പട്ടത്ത് നേരത്തെ തന്നെ വലിയ സുരക്ഷ ഉണ്ട്. അവിടെ ഇപ്പോഴും പോലീസിന്റെ വലിയ കാവൽ മലപ്പട്ടത്തെ വിവിധ കേന്ദ്രങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. രാത്രികാല നിരീക്ഷണം ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കണ്ണൂർ വേദിയാവുന്നത്. അതുകൊണ്ട് തന്നെ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസ്. അന്തരീക്ഷം ഉണ്ടാവണം, കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്നും.